ഹലോ മച്ചന്മാരെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കൺസീലർ ഫ്ലഷ് ടാങ്കിന്റെ വർക്കാണ്. നമുക്ക് ഈ ഫ്ലഷ് ടാങ്ക് ഒന്ന് അൺബോക്സ് ചെയ്യാം. ടാങ്കിനെ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഇത് ടൈറ്റ് ചെയ്യുന്നത് ഇതിന്റെ ആംഗിൾ വാൽവാണ്. ഈ ആംഗിൾ വാൽവ് നമ്മൾ കൊടുക്കുന്നത് ഈ ലെഫ്റ്റ് സൈഡാണ് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് ഇതിൽ ത്രെഡ് എൽബോ ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ CPC സോൾവെന്റ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ആംഗിൾ വാൽവ് ഇങ്ങനെ അകത്ത് ടൈറ്റ് ചെയ്യുമ്പോൾ എൽബോയും താഴോട്ട് വരുന്ന രീതിയിലാണ് ടൈറ്റ് ആക്കിയിട്ടുള്ളത്. ഇത് നമുക്ക് വരുമ്പോൾ ലോക്കിംഗ് സിസ്റ്റമാണ്. ഇതിൻ്റെ ഒരു സപ്പോർട്ടുണ്ട്, അത് ഇതിൽ വന്ന് ഇടിച്ചാൽ ലോക്കായി നിൽക്കും. ഈ ഫ്ലോട്ടും നമ്മളിപ്പോൾ ഇട്ട ഈ ആംഗിൾ വാൽവ് വെള്ളം കയറുന്ന ഇന്നും തമ്മിലാണ് നമ്മൾ ഈ കണക്ഷൻ ട്യൂബ് ലിങ്ക് ചെയ്യുന്നത്. ഈ കണക്ഷൻ ട്യൂബ് ടൈറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതൊന്ന് ഒടിഞ്ഞു പോകാൻ നോക്കണം. ഒടിഞ്ഞു പോയാൽ നമ്മൾ ഇതിനകത്ത് വെള്ളം കയറുന്ന ഫ്ലോയെ ബാധിക്കും. ഈ കാണും പോലെ 4 പൈപ്പ് ചൂടാക്കിയാണ് നമ്മളെ 4-3 റെഡ്യൂസർ പുഷ് കയറ്റാനാണ്. പുരട്ടിയിട്ട് പൈപ്പ് പീസ് കയറ്റും. ബെൻഡ് വെച്ചിട്ട് നമ്മൾ ബെൻഡ് സ്ട്രൈറ്റ് ആണെന്ന് അറിയാൻ വേണ്ടി ചെമ്മരി ചെയ്ത പോലെ ടേപ്പ് എടുത്ത് 2 സൈഡ് ഒരേപോലെ നോക്കിയാൽ മതി, കറക്റ്റായിരിക്കും. നമ്മൾ ഈ കാണും പോലെ ഇത് ലോക്കാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ ഡ്രിൽ ചെയ്യാൻ വേണ്ടി ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ മച്ചാമാരെ, ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചത് ഒരു ഫ്ലഷ് ടാങ്ക് എങ്ങനെ നമുക്ക് ഉറപ്പിക്കാമെന്നാണ്. ഇത് വന്നിട്ട് നമുക്ക് ഹാഫ് ഫ്രെയിം ഫ്ലഷ് ടാങ്ക് നമ്മൾ ലെജർ വാൾ കെട്ടുന്നതും അതുപോലത്തെ ഫിറ്റിങ്സ് എല്ലാം ചെയ്യുന്നതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.